ബിസ്മോക്ക് കുടിക്കുന്നുണ്ടല്ലോ, എന്താണാവോ എന്തോ കേസ്. നമുക്ക് എന്തായാലും കോൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. ആ പറയടാ ബിസ്മോക്ക്. നീ അർജന്റായിട്ടൊന്ന് വീട്ടിലോട്ട് വരണം. എന്താടാ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടാ? അതൊക്കെ ഞാൻ പറയാം, നീ വേഗം വായുള്ളൂ വീട്ടിലോട്ട്. ഞാൻ ദൈവം. ഓക്കെ, നമ്മുടെ ബിഗ് സ്മോക്കിന്റെ വീട്ടിലെന്തോ പ്രശ്നമായെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അവന്റെ അടുത്ത് ചെല്ലാം കേസ്. അവൻ വീടിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും ചോദിച്ചറിയ കേസ്. ഓക്കെ എടാ, എന്താണ് പ്രശ്നം? എന്താണ് നീ എന്നെ വിളിച്ചെന്തിന്? ഞാൻ ബാക്കി കൊടുക്കണം. എന്താണെന്ന് നോക്കിയേ. ബാക്കി കിടക്കണതാ? ഇത് കാറല്ലേ? അല്ല, ഇത് എങ്ങനത്തെ കാറാണ് നോക്ക്. ഇത് സാധാരണ ഒരു കാർ. ഓ, ഇത് മോഡിഫൈ ചെയ്തെന്നാണോ നീ ഉദ്ദേശിച്ചേ? ഓക്കെ, അടിപൊളി കാറാ. ഇതിനാണോ നീ അർജന്റായിട്ട് വീട്ടിൽ വരാൻ പറഞ്ഞത്? അത് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാണെങ്കിൽ ഈ കാറ് ഞാൻ നിനക്ക് തരാൻ വേണ്ടി വിളിച്ചതാണ്. ഈ കാർ നീ എനിക്ക് തരാൻ വേണ്ടി വിളിച്ചതാ? അതെനിക്ക് നിനക്ക് തരാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നടാ. കാരണം നീ അന്ന് എനിക്ക് കുറെ ഗിഫ്റ്റും കാലൊക്കെ തന്നില്ല. അപ്പൊ അതിന്റെ പകരമായിട്ട് നിനക്കൊരു കാർ എനിക്ക് ഗിഫ്റ്റ് തരണമെന്നുണ്ടായിരുന്നു. താങ്ക് യൂടെ മുത്തേ. അതും കിടുക്കാശ് മോഡിഫൈഡ് കാർ തന്നതിന് നിനക്ക് വളരെ നന്ദി പറയുന്നു ഞാൻ. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്ക്. നീമായോ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം നമുക്ക്. ഓക്കെ, നമ്മുടെ ബിഗ് സ്മോക്ക് ഇത്രയും നല്ല ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. കാരണം അർജന്റായിട്ട് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ വീട്ടിൽ വല്ല പ്രശ്നമായിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് തരാൻ വേണ്ടി വിളിച്ചതാണെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത് പൊളിയായിട്ട് ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടല്ലേ എൻ്റെ മോനെ. ആടാ, ഞാൻ മൊത്തം പലതിറക്കിയ വണ്ടിയാ, മൊത്തം മോഡിഫൈ ചെയ്തിറക്കിയ വണ്ടിയാ. എനിക്ക് കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടിയൊക്കെ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് തന്നത്. ഓ, താങ്ക് യൂടെ ബിഗ് സ്മോക്കെ. നീ ഇത്രയും നല്ല ഗിഫ്റ്റ് ഒന്നും തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അവൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞത് അവനക്കും കുറെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുവരെ അവനൊരു ഗിഫ്റ്റ് തരാത്തോണ്ട് അവൻ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തന്നേന്നാണ് അവൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞത്. അവനക്ക് ഗിഫ്റ്റ് കൊടുത്ത വീഡിയോ നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. കുറെ നാള് മുമ്പ് ഞാൻ അവനക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവൻ ചെയ്ത് തന്ന ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ് ഈ കാണുന്ന ഗിഫ്റ്റ്. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തെ ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. Thank you for watching.